ദൈവമേ കാത്തുകൊൾകങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻ പദം. അറിയോ, എല്ലാവർക്കും നമസ്കാരം. ശ്രീനാരായണ ഗുരുദേവനാൽ വിരചിതമായ ദൈവദശകം എന്ന കൃതിയിലെ ആദ്യത്തെ 2 വരിയാണ് നമ്മൾ ചൊല്ലിയത്. നമ്മുടെ ചിന്മയ സന്ധ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സന്ധ്യാവന്ദനത്തിൽ രാവിലെയും രാത്രി കിടക്കുന്നതിന് മുമ്പുമൊക്കെ ദൈവദശകം വളരെ ഒരു മനസ്സിനെ ശാന്തമാക്കി ആ സത്യവുമായി താതാത്മ്യപ്പെടുന്നതിന്, യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതിന് നമ്മളെ സഹായിക്കുന്നതാണ്. ഒരുപാട് ആളുകൾ നമുക്ക് വളരെ നന്നായി അറിയുന്ന ഒരു ശ്രീനാരായണ ഗുരുദേവ ഭക്തനും കൂടിയാണ്. ഗുരു നിത്യചൈതന്യയതി പതിവായി കണ്ണൂർ തലശ്ശേരിയിൽ താമസിക്കുന്ന ഒരു വീടുണ്ട്. തഹസിൽദാർ അനന്തേട്ടൻ എന്ന് പറയും. എല്ലാവർക്കും അതൊരു, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ഒരാശ്രയമാണ്, പ്രത്യേകിച്ച് സന്യാസിമാർക്ക്. ഈ അനന്തേട്ടൻ്റെ മകളുണ്ട് ജ്യോതി. അവർക്ക് എഴുതിയ എഴുത്തുകളുണ്ട് ഗുരു നിത്യചൈതന്യയതി. അതിമനോഹരമായിട്ടുള്ള എത്രയാ എഴുത്തുകൾ അവരുടെ ശേഖരത്തിലുള്ളത്. അവരുടെ വീട്ടിൽ ഒരുപാട് ഗുരുവിൻ്റെ നിത്യചൈതന്യയതിയുടെ ഓർമ്മകളുള്ള വീടാണ് തലശ്ശേരിയിൽ. തലശ്ശേരിയിലുള്ളവർക്ക് അനന്തേട്ടനെ അറിയാം, എല്ലാവർക്കും, ഏറെക്കുറെ എല്ലാവരും അറിയുന്നതാണ് അദ്ദേഹത്തെ. അദ്ദേഹം മരിച്ചു. അദ്ദേഹം മരിക്കുന്ന ആ സമയം അദ്ദേഹം മകളോട് പറഞ്ഞിട്ടുള്ളത് ദൈവദശകം ചൊല്ലാനാണ്. ആ ദൈവദശകത്തിൻ്റെ അവസാനം ആഴമേറും നിൻമഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഈ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം, അത് കഴിഞ്ഞ് ആ സുഖത്തിലേക്ക് ആളങ്ങനെ ലയിച്ചു ചേർന്നു എന്ന് പറയാം. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇത് നമുക്ക് അറിയുന്ന, നിങ്ങൾക്കും അറിയാവുന്ന ഒരാളായിരിക്കാം തലശ്ശേരി ഭാഗത്തുള്ളവർക്കൊക്കെ, ഈ കാലത്ത് ജീവിച്ചിരുന്ന ആൾ. ദൈവദശകം ഒരുപാട് പേരെ സ്വാധീനിച്ചിട്ടുള്ള, ഭാരതീയ വേദാന്ത ശാസ്ത്രത്തെ സംഗ്രഹിച്ച് ഗുരുദേവൻ അവതരിപ്പിച്ചിട്ടുള്ള, നമ്മുടെ ചിന്മയ സന്ധ്യയിൽ ഓരോ സന്ധ്യയിൽ നമുക്കതിലെ ഈ 2 വരികളെ പരിചയപ്പെടാം. ഇന്നത്തെ ശാന്തിമന്ത്രമായിട്ട് ദൈവദശകത്തിലെ 2 വരിയെ പരിഗണിക്കുക. എന്താണ് ഗുരുദേവൻ പറയുന്നത്? ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ കൃതി ആരംഭിക്കുന്നത്. ആഴണം വാഴണം സുഖം, സുഖത്തിലാണ് പര്യവസാനിക്കുന്നത്. ആ ഗ്രന്ഥത്തിൻ്റെ കൃതിയുടെ താത്പര്യം തന്നെ ദൈവത്തിൽ, ഈശ്വരനിൽ ആരംഭിച്ചാൽ സുഖത്തിൽ പര്യവസാനിക്കും എന്നുള്ളതാണ്. ഇത് പണ്ട് ജോൺ പോൾ രണ്ടാമനെ കാണാൻ ഗുരു നിത്യചൈതന്യയതി അദ്ദേഹത്തിന് നടരാജഗുരുവിൻ്റെ ദൈവദശകത്തെക്കുറിച്ചുള്ള പ്രബന്ധം ഇംഗ്ലീഷിലുള്ളത് അദ്ദേഹത്തിന് സമ്മാനിച്ചു എന്നാണ് ഗുരു നിത്യചൈതന്യയതി. അപ്പോൾ അദ്ദേഹം അത് വായിച്ചു നോക്കിയിട്ട് അദ്ദേഹമാണ് ആദ്യമായിട്ട് അത് പറയുന്നത്, ദ യൂണിവേഴ്സൽ പ്രയർ എന്ന്. നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ ഒരു ഗീതാ പ്രചാരകൻ എന്ന് നമ്മളെ അറിയുമെങ്കിലും, പക്ഷേ ഏറ്റവും കൂടുതൽ പ്രഭാഷണം നടത്തിയിട്ടുള്ളത് ദൈവദശകത്തെക്കുറിച്ചാണ്. നമ്മുടെ ഏത് പ്രഭാഷണം വരുമ്പോഴും അതുണ്ടാവും. അതിൽ ലോകമത മഹാസമ്മേളനത്തിൽ ദൈവദശകം, ദ പാർലമെൻറ്റ് ഓഫ് വേൾഡ് റിലീജിയനിൽ ദൈവദശകം അവതരിപ്പിക്കാൻ നമുക്ക് അവസരവും കിട്ടിയിട്ടുണ്ട്. ദൈവദശകം വളരെ ലളിതമാണെങ്കിലും അത് വളരെ ആഴമുള്ളതാണ്. അതിലെ വരികളെല്ലാം ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. ഭഗവാനെ,
അങ്ങ് ഞങ്ങളെ കൈപിടിക്കണം എന്ന് പറയാം. ഈ പ്രാർത്ഥന രണ്ട് വിധത്തിലുണ്ട്. ഭഗവാൻ ഗീതയിൽ പറയും, ചതുർവിധ ഭജന്തേ മാം യേ സുഹൃതിനോ അർജുന. സുഹൃതികളായിട്ടുള്ള 4 ഗണത്തിൽപ്പെടുന്ന ആളുകൾ എന്നെ ഭജിക്കാറുണ്ട് എന്ന്. ആരൊക്കെയാണ് അവർ? ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച ഭരതർഷഭ. ആർത്തനാണ് ഒന്ന്, ദുഃഖിതനാണ്. ജിജ്ഞാസുവാണ് മറ്റൊന്ന്, അറിയാൻ ആഗ്രഹമുള്ളവനാണ്. പിന്നെ ഒരു അർത്ഥാർത്ഥി ഉണ്ട്, ധനവും മറ്റുള്ള മോഹിയാണ്, ധനമോഹിയാണ്, അർത്ഥാർത്ഥിയാണ്. പിന്നെ ഒന്ന് ജ്ഞാനി, അറിഞ്ഞവനുമാണ്. അപ്പം അറിയാൻ ആഗ്രഹമുള്ളവനും അറിഞ്ഞവനും, ദുഃഖിതനും ധനവും മറ്റധികാരങ്ങൾ, വസ്തുവകകൾ, ഇതൊക്കെ മോഹിക്കുന്നവരും, ഈ 4 ഗണത്തിൽപ്പെട്ടവരും എന്നെ ഭജിക്കുന്നുണ്ട്. ഇവരൊക്കെ സുഹൃതികളാണെന്നാണ് ഭഗവാന്റെ അഭിപ്രായം. അതിൽ ശ്രേഷ്ഠൻ ജ്ഞാനിയാണ് എന്ന് പറയും. എന്തായാലും ഇവിടെ പറയുന്നത്, അറിഞ്ഞവൻ്റെ പ്രാർത്ഥനയും അറിയാനുള്ളവൻ്റെ പ്രാർത്ഥനയും ദുഃഖനിവൃത്തിക്കുള്ളവൻ്റെ പ്രാർത്ഥനയും ഈ പറഞ്ഞതുപോലെ അർത്ഥിക്കുന്ന, എന്തെങ്കിലും ധനമോ അതുമായി ബന്ധപ്പെട്ടതിനെ കാക്ഷിക്കുന്ന, അവൻ്റെ പലതിനെയും പൂരിപ്പിച്ച് കിട്ടണം എന്നുള്ളവൻ്റെ പ്രാർത്ഥനയും, കേൾവിയിലൊക്കെ പ്രാർത്ഥനകളൊക്കെ ഒരുപോലെയാണ്. അത് എങ്ങനെയാണ് അത് നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനം. അതുകൊണ്ട് ചിലർക്കൊക്കെ സംശയമാണ്, ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നത് എല്ലാവരും താൻ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെയാണ് മറ്റൊരാളും പ്രാർത്ഥിക്കുന്നത് എന്നാണ്. അങ്ങനെയാണെന്നില്ല. ഇപ്പം നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്, പല ക്ഷേത്രങ്ങളിൽ. അവിടെ ഒന്നും പോയിട്ട് ഇന്നത് വേണേ, ഇന്നത് സാധിപ്പിച്ചു തരണേ എന്ന് പറയാറില്ല. അവിടെ പോയി ഏതാണോ മൂർത്തി അതിൻ്റെ ഒരു ധ്യാന ശ്ലോകം ചൊല്ലുക, അത്രയാണ്. അത്രയും ചെയ്താൽ മതി. കാരണം നമ്മുടെ മൂക്കിൻ്റെ തുഞ്ചത്ത് ശ്വസിക്കാൻ പാകത്തിന് പ്രാണനെ പ്രദാനം ചെയ്തവനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയേണ്ടതില്ല. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. അമ്മയുടെ മുലയിലേക്ക് ആ സ്തന്യപാനത്തെ കരുതിയവൻ, നമ്മുടെ കാര്യത്തിൽ മാത്രമല്ല സകല ജീവജാലങ്ങൾക്കും, അത്രയും കാരുണ്യമുള്ള കരുതലുള്ളവനോട് പ്രത്യേകിച്ച് നമ്മുടെ കാര്യങ്ങളൊന്നും പറയേണ്ടതില്ല. ഇത് നമ്മുടെ ഒരു ഉറച്ച ഒരു നിലപാടും, ഇത് ഉറപ്പിക്കാനാണ് നമ്മൾ ധർമ്മശാസ്ത്രത്തിൽ നിന്ന് കിട്ടിയതാണത്. അതാണ് നമ്മൾ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കാറ്. അപ്പം ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ എന്ന് പറയുമ്പം, അങ്ങ് കൈ പിടിച്ചാലേ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം പോക്കാണ് എന്നത് അറിഞ്ഞവൻ്റെ പ്രാർത്ഥനയല്ല. പ്രാർത്ഥന അറിഞ്ഞവൻ്റെയാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെയാണ് പ്രാർത്ഥന, നമുക്ക് തന്നതാണ്. ഗുരുദേവൻ ലോകർക്കായിട്ട് നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ ഗുരുദേവൻ അതിനെ എങ്ങനെയാണ് കാണുന്നത്? അറിഞ്ഞവൻ എങ്ങനെ കാണുന്നു? ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. ആ കൈകളാണ് ഭഗവാൻ ഗീതയിൽ പറയും, സൂത്രേ മണിഗണായിവ. ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ചരടാകുന്നു. ചരടിൽ മുത്തുമണികൾ കോർക്കപ്പെട്ടിരിക്കുന്നത് പോലെയാണ് ഈ പ്രപഞ്ചം എന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഗുരുദേവൻ അത് കൈയായിട്ട് പറയും. അപ്പം ആ കരം, ജഗദീശ്വരൻ്റെ കരത്താൽ എല്ലാം അത് പിടിച്ചിരിക്കുന്നു, എല്ലാറ്റിനെയും അത് പിടിച്ചിട്ടുണ്ട്. ആ പിടിവിട്ടാൽ കഴിഞ്ഞു എന്ന് പറയാം. അപ്പം ദൈവമേ കാത്തുകൊള്ളുക അങ്ങ്, നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല അത് പിടിക്കുന്നത്. ഇതാണ് അറിഞ്ഞവൻ്റെയും അറിയാത്തവൻ്റെയും തമ്മിലുള്ള വ്യത്യാസം.
അറിയാത്തവൻ കരുതുന്നു, ഭഗവാനെ ഞാൻ പ്രാർത്ഥിച്ചാൽ അങ്ങ് പിടിക്കും, എൻ്റെ പ്രാർത്ഥന ഇല്ലെങ്കിൽ അങ്ങ് പിടിക്കില്ല. അങ്ങനെയല്ല. ഈ പ്രപഞ്ചത്തിലേക്ക്, ചുറ്റുപാടിലേക്ക് നോക്കുമ്പോൾ അദൃശ്യമായ കരങ്ങൾ, ആ കരങ്ങൾ എല്ലാറ്റിനെയും ചേർത്ത് പിടിച്ചിരിക്കുന്നു. അതിമനോഹരമാണ് ആ കാഴ്ച. എല്ലാറ്റിനെയും. ഏതിലാണ് ഈ പിടുത്തമില്ലാത്തത്? നാം കുടിക്കുന്ന ജലം പോലും ഹൈഡ്രജനും ഓക്സിജനും ഒരു പ്രത്യേക അനുപാതത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, H2O എന്ന്, 2:1 എന്നുള്ള നിലയ്ക്കാണെങ്കിൽ ആരാണ് ഇങ്ങനെ ചേർത്ത് വെച്ചത്? ഒരു ജലകണിക രൂപപ്പെടുത്തുന്നതിൽ ആരുടെ ഒരു ഷെയ്ക്ക് ഹാൻഡ് ഉണ്ട്? അത് വിഘടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്നിനെ ചേരുംപടി ചേർത്ത് വെച്ച ആ അദൃശ്യമായ കരങ്ങൾ, അതിനെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു. എല്ലാറ്റിലും ഞാൻ അതിനെ കാണുന്നു. ഞാൻ ശ്വസിക്കുന്ന പ്രാണൻ, എനിക്ക് തരുന്ന സസ്യ വൃക്ഷ സമൂഹം, എൻ്റെ ജലം, ഞാൻ കുടിക്കുന്ന ജലം, അതങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്ന, കൈവിടാതെ വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഹിമാലയം പോലുള്ള, ഗംഗയൊക്കെ ഉത്ഭവിക്കുന്ന ഗംഗോത്രിക്ക് മുകളിലേക്ക്, ഏത് മൗണ്ടൻസിലേക്ക് പോയി കഴിഞ്ഞാലും ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് വർഷങ്ങൾ ഇങ്ങനെ ഉറഞ്ഞുകൂടിയിരിക്കുന്ന, പാറയേക്കാൾ കാഠിന്യമാർന്ന, എന്താ പറയുക, ഹിമവാൻ. എന്നിട്ടോ അത് അവിടുന്ന് വിടുന്നത് എങ്ങനെയാണ്? വളരെ കുറേശ്ശെയായിട്ട് താഴെ എത്തുമ്പോഴേക്കും ഒരു നദിയായി രൂപപ്പെട്ടിട്ടുണ്ടാവും. എന്ത് മനോഹരമായ ഒരു ഫ്രീസിങ് സംവിധാനമാണ്. നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഫ്രീസറിൽ ഐസ് ക്യൂബ് ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം വെച്ച് തണുപ്പിക്കുന്നു. കോടാനുകോടി ജീവജാലങ്ങൾക്ക് വേണ്ട കരുതൽ ഫ്രീസർ. അലാസ്ക, ആർട്ടിക്കും അന്റാർട്ടിക്കും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ലോകത്തെല്ലായിടത്തും ഈ ശൈത്യ പ്രദേശങ്ങളുണ്ടല്ലോ, അത് ഫ്രീസറാണ്. കരുതലാണ്, ജീവജലത്തിൻ്റെ കരുതലാണ്. അതിങ്ങനെ ആവശ്യത്തിനനുസരിച്ച് വിട്ടുകൊടുക്കുന്നു, അതിനനുസരിച്ച് ഫോം ചെയ്യുന്നു. അങ്ങയുടെ ആ കരങ്ങൾ എന്ത് മനോഹരമായ കരങ്ങളാണ്. അതിനെ ഞങ്ങൾ ദൈവമേ കാത്തുകൊള്ളുക, കൈവിടാതെ ഇങ്ങ് ഞങ്ങളെ, അങ്ങ് എന്തൊരു ദയാലുവാണ്. ഒരച്ഛൻ ചെറിയ കുട്ടിയെ കൈവിടാതെ പിടിച്ച് കൊണ്ടുപോകുന്നത് പോലെ ഞങ്ങളെ അങ്ങ്, ഞങ്ങളെ എന്ന് പറയുമ്പം എന്നെ, എൻ്റെ കെട്ടിയവനെയും കുട്ടികളെയും എന്നല്ല, ഇതം സർവം, എല്ലാറ്റിനെയും. ഇത് മനോഹരമായ പ്രാർത്ഥനയാണെന്നറിയോ? ഇത് കേവലം ഗുരുമന്ദിരത്തിൻ്റെ മുന്നിൽ ഗുരുവിൻ്റെ പ്രതിമ നോക്കി ചൊല്ലാനുള്ളത് മാത്രമല്ല. തീർച്ചയായിട്ടും ഗുരുമന്ദിരത്തിൻ്റെ മുന്നിലിരുന്ന് ദൈവദശകം ചൊല്ലുന്നത് മോശമാണെന്നല്ല. പക്ഷേ നിങ്ങൾ ഇതുമായിട്ട് പുറത്തേക്ക് പോകണം. ഈ അനന്തമായ വിസ്തൃതമാർന്ന ഈ ഭൂപ്രദേശത്ത് ഏതൊരു മാവിൻ്റെ ചോട്ടിലും എവിടെയാണ് നിങ്ങൾക്കിത് ചൊല്ലാൻ പറ്റാത്തത്? പൂത്ത് നിൽക്കുന്ന വയലേലകൾക്കിടയിലൂടെ പോകുമ്പോൾ ദൈവദശകമല്ലേ നിങ്ങൾ കാണുക? അങ്ങനെ കാണണം ദൈവദശകം. അല്ലാതെ ചുവരിൻ്റെ മുകളിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നതല്ല ദൈവദശകം. ആ ദൈവദശകത്തെ എൻ്റെ മജ്ജയും മാംസവും എൻ്റെ കാഴ്ചപ്പാടുമാക്കി മാറ്റുമ്പോൾ ദൈവദശകം മാത്രമാണ് കാണാനുള്ളത്. ദൈവമേ കാത്തുകൊള്ളുക. ആർക്കാണ് ഈ പ്രാർത്ഥനയിൽ? ഇത് കേവലം മനുഷ്യൻ്റെ പ്രാർത്ഥനയാണോ? നോക്കൂ, നമ്മളിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് അമേരിക്കയിലാണ്, ഷിക്കാഗോയിൽ നിന്നാണ്. നമ്മൾ ഇന്നലെ ഇങ്ങനെ ഇവിടെ അടുത്ത് പാർക്കിലേക്ക് നടക്കാൻ പോയപ്പോൾ അവിടെ നിറയെ അണ്ണാരക്കണ്ണന്മാരുണ്ട്. നമ്മുടെ ഈ മുകളിൽ 3 വരയില്ലാത്ത, രാമൻ അനുഗ്രഹിക്കാത്ത അണ്ണാരക്കണ്ണന്മാരാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇവന്മാർ നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരിക, എന്നിട്ട് ഇങ്ങനെ കൈ പൊക്കിയിട്ട് ഇങ്ങനെ തൊഴുന്നത് പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഭയങ്കര രസമാണ് ഇവന്മാരുടെ. പിന്നെയാണ് നമ്മളോട് പറഞ്ഞു തരികയാണ്, നമ്മുടെ കൂടെ വന്നവർ പറയുക, എന്തിനാണ് നമ്മുടെ അടുത്തേക്ക് ഇതിങ്ങനെ ഓടി വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും അതിന് കൊടുക്കും എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ
എന്തെങ്കിലും നട്ട്സൊക്കെ കൊടുക്കും ഈ പ്രത്യേകിച്ച് ഈ സമയത്ത്. ഇത് ഈ അണ്ണാരക്കണ്ണന്മാർ കൊണ്ടുപോയിട്ട് ഈ ഉറുമ്പുകളെ പോലെയാണ്. നമ്മുടെ നാട്ടിൽ ഉറുമ്പുകൾ ഇതൊക്കെ ശേഖരിക്കും. മഴക്കാലം വരുന്നതിന് തൊട്ട് മുമ്പാണ് ഇവരുടെ ശേഖരണത്തിൻ്റെ തലങ്ങും വിലങ്ങും ഓടി നടന്ന് ശേഖരിക്കുന്നത് ആ സമയത്താണ്. കാരണം എന്താണ്? മഴയത്ത് ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ആ മഴക്കാലം അത്രയും ഉള്ള ശാപ്പാടിൻ്റെ ശേഖരണമാണ്. ഇതുപോലെ ഈ അണ്ണാരക്കണ്ണന്മാർ. കാരണം മഞ്ഞ് വീഴാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നൊക്കെ നിറയെ മഞ്ഞ് വീണിട്ടുണ്ട്. അപ്പോൾ ഈ മഞ്ഞ് അപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, ഓ ഇവർക്കറിയാം കൃത്യമായിട്ട്. കാലാവസ്ഥ നിരീക്ഷണം കേട്ടിട്ടൊന്നുമല്ല ഇവരിതിൻ്റെ പരിപാടിക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇന്നലെ തലങ്ങും വിലങ്ങുമാർ ഓടി നടക്കുന്നുണ്ടായിരുന്നു. കാരണം ഇന്ന് നോക്കുമ്പോൾ നല്ലോണം മഞ്ഞ് വീണിരിക്കുക. മഞ്ഞ് നിറഞ്ഞു കിടക്കുമ്പോൾ ഇവർക്ക് വരാൻ പറ്റില്ല, ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അപ്പോൾ ഇവരിത് ശേഖരിക്കുകയാണ്. അപ്പോൾ ശേഖരിച്ച് കൊണ്ടുപോയി കരുതി ഇങ്ങനെയാണ് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, കൂടുതൽ മനസ്സിലാക്കുമ്പോഴാണ് വനവത്കരണം നടത്തുന്നതിൽ ഇവർക്ക് വലിയൊരു പങ്കുണ്ട്. പാവങ്ങൾ ഈ വിത്തും അതും ഇതുമൊക്കെ പലയിടത്തും കൊണ്ടുപോയി വെക്കും, മാളത്തിലും അവിടെ ഇവിടെയൊക്കെ. കുറച്ചൊക്കെ അവരെടുക്കും, ചിലതൊക്കെ അവർ വിടും, അപ്പോൾ അത് മുളയ്ക്കും. ഇങ്ങനെ ഇവർക്കും ഉണ്ട്, ഇതിൽ പലർക്കും ഉണ്ട് ഇതിലൊരു, ഇവരുടെയൊക്കെ ഒരു കൂട്ടായ്മയിൽ നിന്നാണ് ഈ പ്രകൃതി എന്ന് പറയുന്നത് ഇങ്ങനെ. അപ്പോൾ എന്തൊരു മനോഹരമായിട്ടാണ് ഓരോരുത്തരെയും ഈ പ്രപഞ്ച വിധാതാവ് ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് അറിയോ. നമ്മൾ മാത്രമേ ഉള്ളൂ ഇതെല്ലാം എടുത്ത്, രാമകൃഷ്ണദേവൻ പറയും കൈക്കോട്ട് മനോഭാവം എന്ന് പറയും. മൺവെട്ടി ഇങ്ങനെ വെട്ടിയാൽ ഇങ്ങോട്ടേക്കാണ്, അങ്ങോട്ടൊന്നും പോവില്ല. അങ്ങനെ ജീവിക്കുന്നവർ നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ആവാതെ ഇത് കാണാൻ നമുക്ക് പറ്റണം. ദൈവം എങ്ങനെയാണ്, ഈശ്വരൻ്റെ കരങ്ങൾ എങ്ങനെയാണ്. വെറും ശിവകാശി കലണ്ടറിൽ അഡിക്റ്റായിട്ട് ആ ക്ഷേത്രവും ക്ഷേത്ര പരിസരത്തും ചുറ്റിപ്പറ്റി വഴിപാടും ജ്യോത്സ്യന്മാരും വൃത്തികെട്ട കുറേ മാസികകളും മുഹൂർത്തം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കയ്യിൽ നിറയെ ചരടും കെട്ടി രക്തോട്ടമില്ലാത്ത വിധത്തിൽ ഇങ്ങനെ അത് ചെയ്ത് ഇത് ചെയ്ത് വഴിപാടൊക്കെ ചെയ്താലാണ് ദൈവം എന്നു ഇങ്ങനെ ഈ നമുക്ക് ചുറ്റും കാണുന്ന ഈ ഈശ്വരാനുഗ്രഹം, എന്നിട്ട് തനിക്ക് ജോലിയിൽ ശമ്പളം കൂട്ടലും വേറെ ഓരോന്ന് കിട്ടലുമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് ഒരു വിദ്വാൻ ഒരിക്കൽ പറഞ്ഞു. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്താണെന്നറിയോ, മറ്റേ ഇതെന്ന് പെരുമൺ ദുരന്തത്തിൽ ഈ ട്രെയിന് ഇടിച്ച് റെയിൽപാളം തെറ്റി കടലുണ്ടി പുഴയിൽ വീണുവല്ലോ. അപ്പം നിങ്ങൾ ഏതെങ്കിലും അപകടത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുമ്പം നിങ്ങൾ പറയുകയാണ് ദൈവം എന്നെ രക്ഷിച്ചു എന്ന്. അപ്പം നിങ്ങൾ പറയാതെ പറയുന്ന മറ്റൊന്നുണ്ട്, ദൈവം കുറച്ച് ആളുകളെ കൊന്നു എന്ന്. എന്നെ രക്ഷിക്കാൻ എന്ത് യോഗ്യതയാണ് എനിക്കെന്ന് ഞാൻ സ്വയം ആലോചിച്ചാൽ ആ വർത്തമാനം നമ്മൾ പറയില്ല, ദൈവം എന്നെ രക്ഷിച്ചു എന്ന്. ദൈവത്തിൻ്റെ ജോലി കുറച്ചൊരുത്തനെ റെയിൽപാളം തെറ്റിച്ച് ഇതിലേക്ക് ഇടലും വേറെ ഒരുത്തനെ രക്ഷിക്കലും, അതൊക്കെ നമ്മുടെ അല്പബുദ്ധികൾ ദൈവത്തെ അളക്കുന്നതാണ്. നിങ്ങൾ ഈ ദൈവദശകത്തിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ കൃത്യമായൊരു വീക്ഷണം നമുക്ക് രൂപപ്പെട്ട് കിട്ടും. ഈ ആദ്യത്തെ വരി തന്നെ നോക്കൂ, എന്തൊരു മനോഹരം. ഇത് നമ്മുടെ, നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണും. നമ്മൾ ആ അണ്ണാരക്കണ്ണൻ ഇത് ശേഖരിക്കുമ്പോൾ അതാണ് നമുക്ക് തോന്നിയത്. അവൻ്റെ പ്രാർത്ഥനയാണിത്, ഇത് സമഷ്ടിയുടെ പ്രാർത്ഥന. അങ്ങനെയാവുമ്പോഴേ പോപ്പ് പറഞ്ഞ ആ വരികൾ അന്വർത്ഥമാവുന്നത്. ദ യൂണിവേഴ്സൽ പ്രയർ. യൂണിവേഴ്സൽ പ്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ എല്ലാവരും ഇത് എല്ലാ ഭാഷയിലേക്കും ഒഴിമാറ്റി ചെയ്ത് സകല ഉഗാണ്ടക്കാരനും ഇത് ജപിക്കുന്നു എന്നല്ല. പ്രപഞ്ചത്തിൻ്റെ, പ്രകൃതിയുടെ, പോപ്പ് പറഞ്ഞത് അതാണ്. ഈ അണ്ണാരക്കണ്ണനും എലിയും പൂച്ചയും ഉറുമ്പും സർവചരാചരങ്ങളും അതിന് ഈ പ്രാർത്ഥനയുണ്ട്. അതിൻ്റെ ആ പ്രാർത്ഥന കാണാൻ കേൾക്കാൻ നമുക്ക് കാതു വേണം. അതിന് സഹായിക്കുന്നതാണ് ഈ പ്രാർത്ഥന. കഴിഞ്ഞ ദിവസം ഒരു ഇത് കണ്ടു. ഈ ആനിമൽ പ്ലാനറ്റിലെ ഒന്ന് എന്താണെന്നറിയോ, ഈ വലിയ ഒരു
ഈ എട്ടുകാലി ഉണ്ടാക്കിയ വലയാണ്. ആ എട്ടുകാലി ഉണ്ടാക്കിയ വലയിലേക്ക് ഈ ചെറിയ ചില ജീവികളൊക്കെയാണ് വീഴുന്ന സമയത്ത് ഇവൻ അതിനെ ഇഞ്ചക്ട് ചെയ്ത് പിടിച്ചു വലിച്ച് കൊണ്ടുപോയി ലെവലാക്കുന്നത്. അതിൽ അതിനേക്കാൾ വലിയൊരു തവള വീണു. തവളയുടെ ഒരു കുട്ടി പോയിട്ട് പതിച്ചു. ഈ തവളക്കുട്ടി മറ്റേ ചെടിയിൽ നിന്നുള്ളതിനെ പിടിക്കാൻ വന്നവനാണ്. അതിൽ ഈ വണ്ട് ഒക്കെ വരുമ്പോൾ അതിന് വന്നതാ. ഇതെല്ലാം ഈ ദൈവമേ കാത്തുകൊള്ളുകയിൽ കിടക്കുന്നതാണ് ഈ സാധനങ്ങളൊക്കെ. എന്നിട്ട് ഇവൻ അതിന്ന് ചാടിയത് പുറത്തേക്ക് ചാടിയപ്പോൾ വീണത് ഒരു നെറ്റിലാണ്. ഈ നെറ്റ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള നെറ്റാണ്. അപ്പോഴേക്കും ആശാന് വിവരം കിട്ടി. മൂപ്പരിത് വല വിരിച്ച് കാത്തിരിക്കുകയാണ്. അവനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. അപ്പോഴാണ് ഒരുത്തൻ വന്ന് വീണത്. അപ്പോൾ ഇവന് മനസ്സിലായി. ഇവൻ വേഗം വന്നു. എന്നിട്ട് എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ നോക്കിയപ്പോൾ ഇവന് ഒതുങ്ങുന്നവനല്ല. അതിനെ പതുക്കെ അതിൽ നിന്നൊക്കെ മാറ്റിയിട്ട് അത് ഇവനെ പിടിക്കാൻ വേണ്ട സഡേഷൻ എന്തോ കൊടുത്തു ആദ്യം. എന്നിട്ട് അതിനെ അതിൽ നിന്ന് മാറ്റി താഴേക്ക് ഇട്ടു. അപ്പോൾ അത് താഴെ വീണിട്ട് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് മൂപ്പര് അവിടുന്ന് രക്ഷപ്പെട്ടു. ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ് പ്രകൃതിയിൽ എന്ന് പറഞ്ഞാൽ. അനാവശ്യമായി ഒന്നും ഇവർ ഉപദ്രവിക്കുകയോ അങ്ങനെയുള്ള ഒന്നും ചെയ്യില്ല. അവരുടെ ഒരു കൃത്യമായ നിയമമുണ്ട്. ഈ ആമസോൺ കാടിൽ കോപ്റ്റർ ഒരു ചെറിയ പൈലറ്റ് ജെറ്റ് തകർന്ന് വീണ് വിയറ്റ്നാമിലാണ് തോന്നുന്നുണ്ട്. അത് ആമസോൺ പരിസരത്താണ്, എവിടെയോ ആണ്, ആമസോണിലാണ്. ഒരു ഫാമിലിയാണ്, 4-5 കുട്ടികൾ. എത്ര ദിവസങ്ങൾക്ക് ശേഷം, ലോകത്തിൽ വലിയ വാർത്തയായിരുന്നല്ലേ, ഈ 1 വർഷം കഷ്ടിയാവുന്നേ ഉള്ളൂ. ഈ കുട്ടികൾ 40 ദിവസമോ 60 ദിവസം എത്രയോ കാട്ടിൻ്റെ ഉള്ളിൽ ഒരു തേള് കുത്തിയാൽ തട്ടിപ്പോവും. ഈ പിള്ളേർ വലിയ പ്രായമുള്ളവരല്ല. എല്ലെണ്ണത്തിനെയും എന്താ പറയുക ലൊക്കേറ്റ് ചെയ്ത് പുറത്തെടുക്കാൻ പറ്റി. അത്രയും ദിവസം അവർ കാടവരെ സംരക്ഷിക്കുക. കാടിനൊക്കെ ഒരു മനസ്സുണ്ട്. നമ്മളെപ്പോഴാണോ അതിലേക്ക് ഈ ഒരു എന്താ അദൃശ്യമായ കരങ്ങളിലേക്ക് അവിടെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇവരെ അങ്ങനെ മറ്റുള്ള ജീവജാലങ്ങൾക്ക് ഭക്ഷിക്കപ്പെടേണ്ടവരല്ല എന്ന് തീരുമാനിക്കുന്ന ഒരു നിയതിയുണ്ട്. ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം എല്ലാവരിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട്. ഇത് മനസ്സിലാക്കാൻ ഒരു ധ്യാനാവസ്ഥിത മനസ്സ് ആവശ്യമാണ്. ആ ധ്യാനാവസ്ഥിത മനസ്സിലേക്കാണ്, മനസ്സിൻ്റെ ഉടമകളാക്കുകയാണ് ഗുരുദേവൻ ദൈവദശകത്തിലൂടെ. അല്ലാതെ ദൈവമേ കാത്തുകൊള്ളുക എന്ന് പറഞ്ഞാൽ കേവലം നമ്മുടെ അരി മേടിക്കൽ മാത്രമല്ല, അതൊക്കെ ആവശ്യമാണ്. ഇതിൻ്റെ വ്യാപ്തിയെ നമ്മൾ ദൈവദശകത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുമ്പം ആ ബൗണ്ടറി ഒക്കെ കടക്കും. ഞാനും എൻ്റെ റേഷൻ ഷാപ്പും മാത്രമല്ല, അതങ്ങനെ ആമസോൺ കാടൊക്കെ കടക്കും. ഇതെൻ്റെ പ്രാർത്ഥന മാത്രമല്ലാതെ സഹജീവികളുടെ പ്രാർത്ഥനയായിട്ട് എനിക്ക് കാണുമ്പോഴാണ് ഈ പ്രപഞ്ചത്തിലെ ഗീതയിൽ പറയുന്ന ഒരു ശ്ലോകമുണ്ട്. സഹയജ്ഞ പ്രജാ സൃഷ്ടുവ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം ഏഷവോസ്തിഷ്ഠ കാമധുക്. യജ്ഞത്തിലൂടെയാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത്, ഇതുകൊണ്ട് നിങ്ങൾ അഭിവൃദ്ധിപ്പെടുവിനെന്ന്. എന്ത് മനോഹരാന്നറിയോ പ്രാർത്ഥന. സ്വാമി, ഞങ്ങൾ ഈ ദൈവദശകമൊന്നും, ചില പൊട്ടന്മാരുണ്ട്, ഞങ്ങൾ ഈ ഇഴവരുടെ പ്രാർത്ഥനയൊന്നും ചൊല്ലാറില്ല. അതൊക്കെ ഒരു ആദ്യം നിങ്ങളുടെ ആ ചിന്തയുണ്ടല്ലോ, നിങ്ങളുടെ ജാതി ചിന്തയും ഇവർ എന്നുള്ളത്, അല്ലെങ്കിൽ ഇഴവർ കരുതുന്നു ഇത് ഞങ്ങളുടെ പ്രാർത്ഥനയാണ്, മറ്റവർ ചെല്ലണ്ട. രണ്ടും പൊട്ടന്മാരാണ്. ചോദിക്കരുത്, ചിന്തിക്കരുത്, പറയരുത് എന്ന് പറഞ്ഞത് ഗുരുദേവനാ. ആ ഗുരുദേവനെയാണ് ജാതി പറയുന്നു. കഷ്ടമാണ് നമ്മുടെ കാര്യം എന്ന് പറയാം. ഇതിൻ്റെ ആ സൗന്ദര്യത്തിലേക്ക്, ഇതിൻ്റെ ആഴത്തിലേക്ക്
നിങ്ങളൊന്ന് കണ്ണു തുറന്ന് ദൈവദശകം കാണൂ. പ്രാർത്ഥന ചൊല്ലി പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ പ്രാർത്ഥന നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കേൾക്കാം. ഓരോ ജീവജാലങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ഈ പ്രാർത്ഥനയിലൂടെ അവർ ജീവിക്കുന്നത് കാണാം. ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ വയം, ഞങ്ങളെ എന്നെ എന്നല്ല, ഞങ്ങളെ. ഗുരുദേവൻ്റെ ആ ഞങ്ങളെ എന്നുള്ള പറച്ചിലുണ്ടല്ലോ, ഈഴവരെ എന്നല്ല, കേവലം മനുഷ്യരെ എന്നല്ല. അദ്ദേഹത്തിൻ്റെ കാരുണ്യം ഒക്കെ ഒരു പീഡയൊരു ഉറുമ്പിനും വരുത്തരുത് എന്ന് പറയുന്ന ആ കാരുണ്യം, അതിൽ ഉറുമ്പിൻ്റെ പീഡ, ഉറുമ്പിൻ്റെ നിലനിൽപ്പ് അനിവാര്യമാണെന്ന തിരിച്ചറിവുണ്ടായിട്ടുള്ള ഒരു ഋഷിയാണ്. അപ്പം ഞങ്ങളേൽ ഉറുമ്പുണ്ട്. അത് ശേഖരിക്കുന്ന എന്താ പറയുക, ചെറിയ ചെറിയ ധാന്യവും മറ്റുമുണ്ട്. അതിനുമുണ്ട് ഈ പ്രാർത്ഥന. നേരത്തെ അണ്ണാരക്കണ്ണൻ്റെ കാര്യം പറഞ്ഞു. നമ്മുടെ നാട്ടിൽ അതിന് അങ്ങനെ ശേഖരിക്കേണ്ട കാര്യമില്ല. അതിനങ്ങനത്തെ ഈ പറഞ്ഞ തണുപ്പ് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത പ്രശ്നമൊന്നുമില്ല. അവൻ എപ്പോഴും ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കും. നമ്മുടെ ആശ്രമത്തിൽ ഇഷ്ടംമാതിരി ഉണ്ട് മരത്തിൻ്റെ. പക്ഷേ ഇതിൻ്റെ കല്യാണിയുടെ മെയിൻ പരിപാടി ഇതിനെ പിടിക്കലാണ്. അപ്പോൾ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇതിനെ പിടിക്കേണ്ടത്. പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചോര കുടിക്കുകയാണ്, എന്നിട്ട് അതിന് വിടുക എന്ന് തോന്നുന്നുണ്ട്. അപ്പം നമ്മളതിൽ ഇടപെടേണ്ട കാര്യമില്ല, അതൊക്കെ അവരുടെ ഒരു ആക്ടിവിറ്റിയാണ്. നമ്മൾ അങ്ങനെ രക്ഷിക്കാൻ പുറപ്പെടുമ്പോഴാണ് പ്രശ്നമാവുക. ഒരിക്കലും ഒരു കുട്ടി ഇതേപോലെ ചിത്രശലഭം അതിൻ്റെ ആ പ്യൂപ്പേൻ്റെ ഉള്ളിൽ നിന്ന്, അതിൻ്റെ ആ കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ നമ്മുടെ പലപ്പോഴും കാരുണ്യവും രക്ഷയൊക്കെ അങ്ങനെയുള്ളതാണ്. അപ്പോൾ ഈ പെരുമ്പാമ്പ് കോഴിക്കുട്ടിയെ വിഴുങ്ങി അല്ലെങ്കിൽ ആടുംകുട്ടിയെ വിഴുങ്ങി ആ പെരുമ്പാമ്പിനെ തലകീഴായി ആ ആട്ടുംകുട്ടിയെ പുറത്ത് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെന്തോ വിക്ടറിയാണെന്ന്. വെറും ഇത്രയും ഇവനെയൊക്കെ കോടതിയിൽ കയറ്റി ശിക്ഷിക്കണം വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ അന്യൻ്റെ കഴുത്തിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ആമാശയത്തിൽ കൈയിട്ട് അതിനെ പുറത്തെടുക്കുന്നതിന് തുല്യല്ലേ. ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ന്യൂസിലും അതിലും ഇതിലുമൊക്കെ കാണുമ്പോൾ ഇത് ചെയ്യുന്നവർക്കെതിരെ കോടതി നടപടി ഉണ്ടാവണമെന്നാണ് നമ്മുടെ അഭിപ്രായം. കോടതി ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെയാണ് കോടതി ഇങ്ങനെ വേണ്ടാധീനം പറയുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ നിർബന്ധമായിട്ട് പഠിപ്പിക്കണം. വീട്ടിൽ ബൈബിളിൻ്റെയും ഗീതയുടെയും ഖുറാൻ്റെയും കൂടെ അതും കൂടെ വെക്കണം. എന്നാലേ നമുക്ക് മതം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. നോക്കണം, ഓരോ ജീവികൾ, പാവങ്ങൾ, അതിൻ്റെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിനെ തലകീഴാക്കിയിട്ടിട്ട് അതിനെ പുറത്തിയാടിക്കുക, എന്നിട്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം, രക്ഷപ്പെടുത്തി എന്ന് പറയാം. അതല്ല. അപ്പം ഇതാണ് നമ്മുടെ എന്താ പറയുക, നമുക്കൊരു പുതിയ സംസ്കാരത്തെ സൃഷ്ടിക്കുന്നതാണ്. ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്ക്, ഒരാവി വൻതോണി നിൻ പദം. വലിയൊരു ആവിക്കപ്പലാണത്. അതിൽ നാവികനാണ്, അങ്ങ് ക്യാപ്റ്റനാണ്. അങ്ങേക്കറിയാം ദിശ, ഞങ്ങൾ ഏത് പോർട്ടിലെ ഇറക്കണം എന്ന് അങ്ങേക്കറിയാം. അതുകൊണ്ടെല്ലാം അറിയുന്നവനാണ് അങ്ങ്. വേണ്ടതൊക്കെ അങ്ങ് കൃത്യമായി ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഈ പ്രാർത്ഥനയിലെ ഇന്നത്തെ ഈ ഒരു പ്രാർത്ഥന. അതിമനോഹരമാണ്. ദൈവദശകം നമ്മളങ്ങനെ പറയാൻ തുടങ്ങിയാൽ അതിങ്ങനെ പോവും. നമ്മളെ അത്രമാത്രം നമ്മളത് എത്രയും ആനന്ദിപ്പിച്ചിട്ടുള്ള, ആധ്യാത്മികമായി ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ് ദൈവദശകം. എപ്പോഴും നമുക്ക് ദൈവദശകത്തെ കാണാൻ വളരെ ലളിതമാണ്. ഗുരുദേവൻ ഉപയോഗിച്ചത് ലളിതമാണ്. ഗാംഭീര്യം എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ അതിൻ്റെ ആഴവുമാണ്. നമ്മൾ വെറുതെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ചൊല്ലാനുള്ളതല്ല, ഒരു ധ്യാനമാണ്.
അതിമനോഹരമാണ്. ദൈവമേ ദൈവമേ എന്ന് പറയുമ്പം തന്നെ ഏതോ ശിവകാശി കലണ്ടർ അല്ല. ദ്യോതന സ്വരൂപമാർന്നവൻ, സർവ്വതിനെയും പ്രകാശിപ്പിക്കുന്നത്, ചൈതന്യവത്താക്കുന്നത്. ഈ ശിവകാശി കലണ്ടറുകളൊക്കെ തന്നെ നമുക്ക് കുറേ ദുരിതങ്ങളെയും സമ്മാനിച്ചിട്ടുണ്ട്. ഈ ശിവകാശി കലണ്ടർ, ക്ഷേത്രം, ആശ്രമം, ഇതിനെയൊക്കെ ചുറ്റിപ്പറ്റിയിട്ടാണ് നമ്മുടെ ദൈവങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ ജനിക്കാം, അതിൽ മരിക്കരുതെന്ന് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്. സ്വാമിജി പറയുന്ന ഒരു നിർദ്ദേശമുണ്ട്. എന്താണ്? കല്ല് ഈശ്വരനാണ്, മറിച്ച് ഈശ്വരൻ കല്ലല്ല. മറന്നു പോകരുത്. കല്ല് ഈശ്വരനാണ്. എന്താ? ഇതം സർവം ഈശാവാസ്യം എന്നുള്ള പ്രമാണം, ഉപനിഷത്ത് പ്രമാണം അനുസരിച്ച് ഏത് നായികാഷ്ടവും ഈശ്വരനാണ്. മറിച്ച് ഈശ്വരൻ അതല്ല. നമുക്ക് അതുമാത്രമാണ് ഈശ്വരൻ. അതാണ് പ്രശ്നം. അപ്പൊ ദൈവമേ എന്നുള്ള ആ ആദ്യത്തെ വിളിയിൽ തന്നെ നമ്മൾ ഇതിനെയൊക്കെ പുറത്ത് കടക്കണം. ഇതാണ് ഈ നാരായണ ഗുരുദേവൻ ചെയ്തത്. മനുഷ്യരെ സ്വതന്ത്രരാക്കര് മാത്രമല്ല, ദൈവത്തെയും സ്വതന്ത്രമാക്കി. അടിമകളായ മനുഷ്യൻ, അടിമത്വം അനുഭവിച്ച മനുഷ്യനെ സ്വതന്ത്രനാക്കുന്നതിനോടൊപ്പം മനുഷ്യന്മാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതോടൊപ്പം ദൈവത്തിനും സ്വാതന്ത്ര്യം കൊടുത്ത ആളാണ് ശ്രീനാരായണ ഗുരു. കാരണം എന്താണ്? അതുവരെ ഈ കറുത്ത കരിവാളിച്ച രൂപത്തിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗുഹ പോലുള്ളിടത്തൊക്കെ മാത്രം ഇരിക്കുന്ന, ശ്രീകോവിലിനകത്ത് ഇരിക്കുന്നതാണ് ദൈവം എന്ന് മനസ്സിലാക്കിയവർക്കൊക്കെ അതല്ല എന്ന് ബോധിപ്പിച്ചു കൊടുത്ത ആളാണ്. ഗുരുദേവന്റെ പൂർവികരും അങ്ങനെ തന്നെ. പക്ഷെ ഗുരുദേവൻ അത് ഒന്നുകൂടെ ഉച്ചത്തിൽ ബോധിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിട്ടുണ്ട്. ഗുരുദേവന്റെ ഗദ്യപ്രാർത്ഥന തുടങ്ങുന്നത് എങ്ങനെയല്ലേ? കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, ഈ 3 സ്വരൂപത്തോട് കൂടിയിട്ടുള്ളതാണ്. അതെന്താണ്? പരമാത്മാവാണ്. അതിൽ നിന്നുണ്ടായി, അതിൽ നിലനിന്ന് അതിലേക്ക് ലയിക്കുന്നതാ. അല്ലയോ പരമാത്മാവേ, അതിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ അത് എടുക്കാം. ഈ ഒന്നാമത്തെ ഈ ആദ്യത്തെ 2 വരി, ദൈവമേ കാത്തുകൊൾകങ്ങു. കാത്തുകൊൾകങ്ങ് എന്ന് പറയുമ്പം തന്നെ പ്രപഞ്ചത്തിൻ്റെ പാരസ്പര്യത്തെ, രഹസ്യത്തെ അറിയണം. സയൻസ് നമ്മൾ പഠിക്കുന്നവരല്ലേ. ഓരോരോ കോശങ്ങൾ എങ്ങനെയാണ് കൂടിച്ചേർന്ന് നമ്മുടെ തന്നെ സംവിധാനം, ഓരോന്നും. ഒരു വൃക്ഷത്തിൻ്റെ വിത്ത് എങ്ങനെയാണോ അതിൻ്റെ ഉള്ളിൽ ഇതിനെല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഒരു കോഴിമുട്ട വെറുതെ എടുത്ത് അടിച്ച് ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ കലക്കുമ്പോൾ നിങ്ങൾക്ക് ഓർത്തുകൂടെ? ഈ മഞ്ഞയിലും വെള്ളയിലും ഒക്കെ അല്ലേ ഈ കോഴിയുടെ തൂവലും കാലും കൊക്കും സകലതും അവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ. എവിടെയാ നിങ്ങൾക്ക് ഈ ചിന്ത? നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ. ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ തന്നെ ഈ ചിന്ത കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ ഈശ്വര പൂജയായി, ഈശ്വര ധ്യാനമായി, ഈശ്വര വിചാരമായി. അല്ലാതെ നിങ്ങൾ വൈകുന്നേരം കുളിച്ച് അയ്യോ ഞാൻ ഭസ്മം തൊട്ട് ഇങ്ങനെ കാവി എടുത്ത് ജുബ്ബിട്ട് രുദ്രാക്ഷിട്ട് ഫോട്ടോഷൂട്ടിന്, വെറും കാപട്യമാണെന്ന്. അതൊക്കെ നിങ്ങൾ ഈശ്വരനിൽ നിന്ന് അകലുന്ന ഏർപ്പാടാണ്. ദൈവമേ കാത്തുകൊൾകങ്ങ്. നിങ്ങളിത് കാലിൻ്റെ മുകളിൽ കാലും കയറ്റി ബീഡി വലിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചിന്തിച്ചൂടെ? ഇനിയിപ്പോൾ ബീഡി വലിക്കാത്തവൻ ബീഡി വലി തുടങ്ങണം എന്നല്ല. നിങ്ങളുടെ ചിന്ത അത് ഈ വഴിയിൽ സഞ്ചരിക്കുന്നുണ്ടോ എന്നുള്ളതാ ചോദ്യം. അല്ലാതെ വല്ലവരെയും കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന കോപ്രാട്ടികളല്ല ഇത്. ഇതറിഞ്ഞ ഋഷിയുടെ പ്രാർത്ഥനയാണ് നമുക്ക് തന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സമ്പത്ത്. ഗുരുദേവൻ നമുക്ക് തന്ന സമ്പത്ത് എന്ന് പറയുന്നത് ഇതാണ്. ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ.
നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻ പദം. ദൈവദശകം നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുവട്ടത്ത് കാണാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.